നമസ്കാരം. ദ പാത്ത് ഇസ് ദ ഗോൾ എന്ന ഡിസ്കഷൻ സീരീസിൻ്റെ അടുത്ത സെഷനിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമുക്ക് ആദ്യം മെഡിറ്റേഷൻ ചെയ്യാം. കണ്ണുകൾ അടച്ച് ശാന്തമായിരിക്കും. ഭൂമി മാതാവിനോടും സർവചരാചരങ്ങളോടും അന്തരീക്ഷത്തോടും കൃതജ്ഞത രേഖപ്പെടുത്തൂ. ഭൂമി മാതാവിൽ നിന്നുമുള്ള ഹീലിംഗ് എനർജി കാലുകളിലൂടെ പ്രവഹിച്ച് ശരീരം മുഴുവൻ വ്യാപിക്കുന്നതായും ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളെയും എല്ലാ കോശങ്ങളെയും റിലാക്സ് ചെയ്യാൻ സഹായിക്കുന്നതായും അനുഭവിക്കുക. ഇപ്പോൾ ശരീരം പൂർണ്ണമായും റിലാക്സ്ഡായി. ഈ റിലാക്സേഷൻ ഹൃദയത്തിൽ അനുഭവിക്കൂ. ശ്വാസം ദീർഘമായി ഉള്ളിലേക്കെടുക്കൂ. ഹൃദയത്തിൽ സ്നേഹം നിറയുന്നതായി അനുഭവിക്കൂ. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ സ്നേഹം പ്രപഞ്ചം മുഴുവൻ വ്യാപിക്കുന്നതായും അനുഭവിക്കൂ. ഹൃദയത്തിൽ കുടികൊള്ളുന്ന സ്നേഹത്തിൻ്റെ സ്രോതസ്സിൽ നിന്നും ഉദ്ഭവിക്കുന്ന ദിവ്യപ്രകാശം മനസ്സിനെ ആകർഷിക്കുന്നതായി അനുഭവിക്കൂ. ആ ദിവ്യപ്രകാശത്തിൽ ധ്യാനം ആരംഭിക്കൂ. മനസ്സിൽ ചിന്തകൾ വരുന്നുണ്ടെങ്കിൽ മൃദുവായി അവയെ അവഗണിക്കുക. ദിവ്യപ്രകാശത്തിൽ ധ്യാനം തുടരുക. പ്ലീസ് സ്റ്റാർട്ട് മെഡിറ്റേഷൻ. ഓക്കെ, കണ്ടീഷൻ ഹൃദയത്തിൽ നിലനിർത്തി പതുക്കെ കണ്ണുകൾ തുറക്കൂ. എല്ലാവരെയും ഹാർദമായി ഹാർട്ട്ഫുൾനെസ് സഹജമാർഗ് മെഡിറ്റേഷൻ സിസ്റ്റത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എങ്ങനെ ജോയിൻ ചെയ്യാം എന്നത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിലുള്ള തിരിച്ചറിവ്, അണ്ടർസ്റ്റാൻഡിങ് അത് ഉണ്ടാവേണ്ടത് ഈ ജാഗ്രത അവസ്ഥയിലാണ്, ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണ്. നമ്മുടെ ക്യാരക്ടർ ട്രാൻസ്ഫോർമേഷൻ നടക്കേണ്ടത് ഈ ജാഗ്രത അവസ്ഥയിലാണ്. ഞാൻ ഈ ശരീരത്തിലൂടെ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഞാൻ ദീർഘസുഷുപ്തിയിലായിരുന്നു, സ്വപ്നാവസ്ഥയിലായിരുന്നു. പക്ഷെ അവിടെ നിന്ന് കംപ്ലീറ്റ് എക്സ്പ്രഷൻ ആയിട്ടില്ല. എക്സ്പ്രഷൻ സംഭവിക്കുന്നത് ഉണരുമ്പോഴാണ്, ശരീരത്തിലൂടെ ഉണരുന്നു. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹം ആശ്രിത പ്രാണാപാന സമായുക്ത പചാമ്യന്നം ചതുർവിധം. ഈ ശരീരത്തിലൂടെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. എന്നിട്ട് അന്നങ്ങൾ, ഇന്ദ്രിയങ്ങളിലൂടെ വരുന്ന എല്ലാ ഇൻഫർമേഷനും ഞാൻ ആണ് ദഹിപ്പിക്കുന്നത്. ഈ ദഹനം സംഭവിക്കുന്നത് എങ്ങനെ, ഡൈജഷൻ സംഭവിക്കുന്നത് എങ്ങനെ? സഹജമാർഗത്തിൽ KC വരദാചാര്യജി അദ്ദേഹം പറയുന്നുണ്ട്, നമ്മുടെ അടുത്ത അന്നമുണ്ട്, പ്രാണസ്യ പ്രാണ, നമ്മുടെ ആത്മാവിൻ്റെ അന്നം. ആത്മാവെന്ന് പറയുമ്പോൾ ഞാൻ, അഹം ആത്മാ, ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്ന് പറയുന്ന ഈ എക്സ്പ്രഷൻ അതാണ് യഥാർത്ഥത്തിൽ സെൻറ്റർ. അവിടെ നിന്നാണ് എല്ലാം ഉണ്ടാവുന്നത്. ഞാൻ, അതിൻ്റെ യഥാർത്ഥത്തിൽ ഏകീകൃതമായിട്ടുള്ള യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഉണ്ട്. ഭഗവത്ഗീതയിലെ അർജുനൻ ഈ ഞാൻ എന്നുള്ള ഭാവത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. ഈ ഞാൻ എന്നെ നിലനിർത്തുന്നത് ആ അന്നത്തിലൂടെയാണ്, പ്രാണസ്യ പ്രാണൻ. അപ്പോൾ ഞാനെന്ന് പറയുന്നത് ഒരു സ്പെക്ട്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഈ യാത്രയിൽ കൂടുതൽ ഞാൻ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ, കൂടുതൽ പ്രാണസ്യ പ്രാണൻ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ ഉയർന്ന സ്ഥലങ്ങളിലെത്തുമ്പോൾ എൻ്റെ എക്സ്പ്രഷൻ മാറുന്നു. ഞാൻ ഈ ലോകത്തെ മനസ്സിലാക്കുന്നത് മാറുന്നു. അപ്പോൾ വൈശ്വാനരൻ ഗ്രഹിക്കുന്നത്, ദഹിപ്പിക്കുന്നത് എല്ലാം കൂടുതൽ ഹയർ ലെവലിൽ നിന്നാവുന്നു. അങ്ങനെ ഞാൻ തന്നെ ബ്രഹ്മമാവുന്നു, പരബ്രഹ്മമാവുന്നു. അതിനുപരി പ്രഭു ആവുന്നു. സഹജമാർഗ പ്രഭു എന്ന് പറയുന്നത് അത് ഞാൻ തന്നെ.
അപ്പോൾ ഇവിടെ പ്രധാനം യഥാർത്ഥത്തിൽ ഞാൻ എന്നുള്ള ഈ പ്രസൻസാണ്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് അണ്ടർസ്റ്റാൻഡിങ് ശരിക്കും വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഐഡിയൽ വേണം. അതാണ് ലിവിങ് മാസ്റ്റർ, ദാജി, ജീവിച്ചിരിക്കുന്ന മാസ്റ്റർ. നമുക്ക് മാസ്റ്റേഴ്സ് ഉണ്ട്, മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള പല ലെവൽസിലുള്ള ഇൻഫോർമേഷൻ നമുക്കുണ്ട്. പക്ഷെ അവരെല്ലാവരും നമ്മൾക്ക് എക്സ്പ്രസ് ചെയ്യുന്നത് ലിവിങ് മാസ്റ്ററിലൂടെയാണ്. ശരിക്കും അങ്ങനെ ഡിവിനിറ്റി എന്നുള്ള സങ്കല്പം ഉണ്ടെങ്കിൽ അത് ലിവിങ് മാസ്റ്ററിലൂടെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മൾ മാസ്റ്ററെ പുറത്ത് വർഷിപ്പ് ചെയ്യരുത്. ബാബുജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, ഇറ്റ് ഈസ് ഗുഡ് ടു ഹാവ് എ ഫോട്ടോഗ്രാഫ് ഓഫ് എ സെയിൻറ്റ് ബട്ട് ഡോണ്ട് ഗെറ്റ് അറ്റാച്ച്ഡ് ടു ഇറ്റ്. ലാലാജി മഹാരാജ് ട്രൂത്ത് എറ്റേണലിൽ ഉപനിഷത്ത് കോട്ട് ചെയ്യുന്നുണ്ട്, പുറത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ എന്തും നിങ്ങൾക്കൊരു സറ്റാനായി മാറുന്നു. വിഷ്ണു ആയാലും ബ്രഹ്മാവായാലും ശിവനായാലും ക്രിസ്തു ആയാലും ആരായാലും അള്ളാഹു ആയാലും മാസ്റ്റർ ആയാലും നമുക്ക് മിസ്ലീഡ് ചെയ്യേണ്ട തരത്തിലേക്ക് എത്തിക്കുന്നു. കാരണം ഞാനാണ് അതിനെ ഡൈജസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് ഏത് തരത്തിലും പറയാം, എനിക്ക് ഈശ്വരനെ ഏത് രീതിയിലും സങ്കല്പിക്കാം, കുട്ടിയായിട്ട് സങ്കല്പിക്കാം, എൻ്റെ എല്ലാ തെറ്റുകളും പൊറുക്കുന്നത്. അപ്പോൾ നമ്മൾ തെറ്റുകൾ ചെയ്തു ഇരിക്കുന്നു, പുറത്തുകൊണ്ടേയിരിക്കുന്നു. ഒരു കാമുകനായിട്ട് കാണാം, കാമുകിയായിട്ട് കാണാം, ഏത് രീതിയിലും കാണാം, ഞാനാണ് സങ്കല്പിക്കുന്നത്. അതെൻ്റെ ഉള്ളിലുള്ള ഈശ്വരനാണ്, സങ്കല്പത്തിലുള്ള മാസ്റ്റർ. അപ്പോൾ മാസ്റ്റർ പലതും കാണിക്കുന്നു, പറഞ്ഞു തരുന്നു, മാസ്റ്റർ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന്. അപ്പോൾ ദാജീനെ പറഞ്ഞിട്ടുണ്ട്, യു കണക്ട് വിത്തിൻ യുവർ സെൽഫ്, നിങ്ങളുടെ ഇന്നർ മാസ്റ്റർ, ഇവിടെയാണ് നിങ്ങൾക്ക് ആൻസർ കിട്ടുക, അല്ലാതെ പുറത്തുനിന്നല്ല. മാസ്റ്റർ പറയുന്നത്, മാസ്റ്റർ ജീവിതത്തിൽ എമുലേറ്റ് ചെയ്യുന്നത് ആ പ്യൂരിറ്റീനെയാണ്. അപ്പോൾ ഈ ലോകത്തിൽ എങ്ങനെ ജീവിക്കണം, ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുക. ഇപ്പോൾ ദാജിയുടെ ജീവിതം നോക്കിയാലും AI-യും അതുപോലെ തന്നെ സ്ക്രിപ്റ്റേഴ്സും ഏറ്റവും ലേറ്റസ്റ്റ് നോളജും മെഡിസിനായാലും ടെക്നോളജി എല്ലാം ഒരേപോലെ യൂണിഫൈ ചെയ്തിട്ട് എങ്ങനെ ഇവിടെ ജീവിക്കാം, കാൻഹാ ശാന്തിവനത്തിൽ ദാജി നമുക്ക് കാണിച്ചു തരും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എമുലേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ദീപസ്തംഭം മഹാശ്ചര്യം, നമുക്കും കിട്ടണം പണം എന്നുള്ളൊരു ചൊല്ലുണ്ട്. അതുപോലെ ആയിട്ട് കാര്യമില്ല. മഹാശ്ചര്യം, എന്താ അത്ഭുതമാണ് ഈ കാണുന്നത്, അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ അതേപോലെ എക്സ്പ്രസ് ചെയ്യണം നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ ഞാനൊരു ഡോക്ടറാണ്, എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ഇൻഫോർമേഷൻ, ടെക്നോളജി ലേറ്റസ്റ്റ്, അതിനോടൊപ്പം തന്നെ നമ്മുടെ ഹയർ ലെവലിൽ നിന്ന് തരുന്ന കൺവേ ചെയ്യുന്ന ടീച്ചിങ്സ്, റിലിജൻ ആയാലും ടെക്സ്റ്റ് ബുക്സ് ആയാലും അതെല്ലാം, അതിനേക്കാൾ ഉപരി ട്രാൻസ്മിഷൻ, മാസ്റ്ററിലൂടെ നമ്മളിലേക്ക് വരുന്ന ഹയസ്റ്റ് നോളജ്, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഇവിടെ എങ്ങനെ ജീവിക്കണം എന്ന് ഞാൻ സ്വയം പ്രൂവ് ചെയ്യണം. ഞാനാണ് തെളിയിക്കേണ്ടത്, വേറൊരു തെളിവുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് മാസ്റ്റേഴ്സ് ഡയറി റെക്കോർഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് വളരെ ക്ലിയർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടത് എൻ്റെ എവല്യൂഷനാണ്. നമ്മൾ പ്രസംഗിച്ചിട്ട് കാര്യമില്ല, പ്രവർത്തിച്ച് കാണിച്ചിട്ടും കാര്യമില്ല, നമ്മുടെ ബാഹ്യമായിട്ടുള്ള എക്സ്പ്രഷനിൽ മാത്രം കാര്യമില്ല. നമുക്ക് ഒരുപാട് ചിലപ്പോൾ കാണിക്കാൻ പറ്റും, പക്ഷേ കോറിൽ ഞാൻ ആരാണ്, ഞാൻ എവിടെ എത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവേണ്ട ആവശ്യം. അവിടെയാണ് എൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യമുള്ളത്. അതാണ് ഹാർട്ട്ഫുൾനെസ്. ഹാർട്ട്ഫുൾ ആവേണ്ടത് ആരാണ്? ഞാനാണ് ആവേണ്ടത്. ഓരോരുത്തരും ഉള്ളിലേക്ക് തിരിഞ്ഞ് ഞാൻ ഹാർട്ട്ഫുൾ ആയിട്ടുണ്ടോ, ഞാൻ എക്സ്പ്രഷനിൽ അദ്ദേഹം എക്സ്പ്രസ് ചെയ്യുന്ന പോലെ ഞാൻ ചെയ്യുന്നുണ്ടോ, അങ്ങനെയാണ് ഞാൻ എൻ്റെ മാസ്റ്റർ ഫോളോ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഓ മാസ്റ്റർ ദൗ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്ന് പറയുന്നത്. ഓ ഗോഡ് എന്ന് പറയുന്നില്ല, ഓ ഗോഡ് ദൗ ആർ ദ റിയൽ ഗോൾ ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നല്ല പറയുന്നത്, ഓ മാസ്റ്റർ എന്നാണ് പറയുന്നത്. കാരണം ഇപ്പോൾ ഈ സമയത്ത് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്ന മാസ്റ്ററാണ്. ചാരിജി മഹാരാജ് പറയുന്നത്, ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞു ഐ ആം ദ വേ, ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ആ കാലഘട്ടത്തിൽ ഇന്നും ചാരിജി മഹാരാജ് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഏറ്റവും വലിയ മാസ്റ്റർ തന്നെയാണ്. പക്ഷെ ആ കാലഘട്ടത്തിൽ അദ്ദേഹം അപ്പോൾ എക്സ്പ്രസ് ചെയ്ത് എങ്ങനെയാണ്, അതിപ്പോൾ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം. ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ കാലത്ത് എങ്ങനെയാണോ എക്സ്പ്രസ് ചെയ്തത്, അതുപോലെ നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പോൾ ലഭിക്കുന്ന ഇൻഫോർമേഷൻ അനുസരിച്ചിട്ട് എങ്ങനെ നമ്മൾ ജീവിക്കും. എൻ്റെ അച്ഛൻ ജീവിച്ച പോലെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല. ഒരു നടന്നു പോയിരുന്നു എന്ന് പറയുന്നുണ്ട്, കിലോമീറ്ററോളം നടന്ന് സ്കൂളിൽ പോയി പഠിച്ചിരുന്നു. നമുക്കത് നടന്നു പോകാൻ പറ്റില്ല. അപ്പം അത് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണെന്നല്ല, ഫോളോ ചെയ്യേണ്ടതെന്ന് പറയുന്നില്ല, തെറ്റൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഞാൻ കണക്റ്റഡ് ആണോ, എല്ലാമായിട്ട് കണക്റ്റഡ് ആണ്.
എൻ്റെ മേഖലയിൽ, അതാണ് സ്വധർമ്മം, എൻ്റെ മേഖലയിൽ ഞാൻ പ്രവർത്തിക്കുമ്പോൾ എൻ്റെ നോളജിൻ്റെ ഡയമെൻഷൻ, എൻ്റെ ഹ്യൂമൻ ഡയമെൻഷൻ, എൻ്റെ ഡിവൈൻ ഡയമെൻഷൻ എല്ലാം ഞാൻ കണക്റ്റഡ് ആയിട്ടാണോ ഇവിടെ പ്രവർത്തിക്കുന്നത്? അതാണ് നമ്മൾ ഇൻട്രോസ്പെക്റ്റീവ് നോക്കുക. അങ്ങനെയാണെങ്കിലാണ് ശരിക്കും അത് അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയാൻ പറ്റുള്ളൂ. ശരിക്കും അണ്ടർസ്റ്റാൻഡിങ്ങിൽ ജീവിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കുള്ളൂ. ഇത് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഡിസ്കഷൻ ഇവിടെ അവസാനിപ്പിക്കാം. അടുത്ത സെഷൻ വരെ വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.